ഹലോ ഗെയ്സ്. ഇന്നത്തെ നമ്മള് ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ അങ്ങനെ യൂട്യൂബിലൊന്നും ഇങ്ങനെ ഇത് അങ്ങനെ പറയുന്നതായിട്ടൊന്നും ആരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോലെ പറയുന്നതായിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസിൽ എന്ന് പറയുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും എൻ്റെതായിട്ട് ഉള്ള കാര്യങ്ങളും മാത്രം ഞാൻ പറയും. അത് എൻ്റെ എന്താ പറയാ വ്യൂസിന് എത്രത്തോളം അത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്നും കൂടെ ഉള്ള ഒരു കാര്യം കൊണ്ടാട്ടോ ഞാൻ എൻ്റെ വീഡിയോസ് ഓരോന്നും എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടോപ്പിക് എന്താന്ന് പറയുകയാണെങ്കിൽ ഞാൻ റെഡ് ബനിയനിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പീരീഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസും ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആട്ടോ ഞാൻ ഈ പറയുന്നത്. അല്ലാണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും റിസർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് ഉപകാരപ്പെട്ടതും എൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും മാത്രമാണ് ട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കങ്ങ് ടോപ്പിക്കിലോട്ട് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പീരീഡ്സ്? പീരീഡ്സിനെ കുറിച്ചിട്ട് എൻ്റെ വ്യൂസിനാണെന്നുണ്ടെങ്കിലും എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും എത്രത്തോളം നോളജ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഞാൻ പറയുന്ന 100% പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50-60% ഒക്കെ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾ വരുന്ന ക്ലയന്റ് ആയിക്കോട്ടെ, നമ്മൾ കൊളീഗ്സ് ആയിക്കോട്ടെ, മുന്നേ നമ്മളെ കൂടെ വർക്ക് ചെയ്ത് അല്ല പഠിച്ചവരായിക്കോട്ടെ, വർക്ക് ചെയ്തവരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ചുറ്റിലെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ആരും എല്ലാവർക്കും സെയിം അങ്ങനെ നോളജ് ഉള്ളവരായിട്ട് ഞാൻ അങ്ങനെ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്ന് വെച്ചാല് ഓരോ ആൾക്കാരും ഇപ്പൊ യൂട്യൂബിലെല്ലാം വീഡിയോ ഒക്കെ ഇടുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അവര് വേറെ റിസർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസ് അതിലൂടെ ചെറുതായിട്ട് ആഡ് ചെയ്യുന്നെന്ന് മാത്രം. അല്ലാതെ ഇങ്ങനെ ഇരുന്ന് അവർ ഡീപ്പായിട്ട് പറഞ്ഞു തരുന്നവരൊന്നും ഞാനത് കണ്ടില്ല കേട്ടോ. ഇനി ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ പീരീഡ്സ്? അത് പീരീഡ്സ് പീരീഡ്സിനെ കുറിച്ചുണ്ടല്ലോ, നമ്മൾ ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെന്നുണ്ടെങ്കിൽ ആർക്കും ഇപ്പൊ എൻ്റെ വ്യൂസ് തന്നെ പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഈ മെഡിക്കൽ ടേംസും കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലാണ്ട് ഉപയോഗിക്കുന്നില്ല. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന തരത്തിൽ മാത്രം ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഈ വീഡിയോ കാണുന്ന പലവരും ഇപ്പൊ വേറെ ഇപ്പൊ ഞാൻ മെഡിക്കൽ വേർഡ്സ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി മെഡിക്കൽ വേർഡ്സ് ഒത്തിരി എന്നല്ല ഒരു ഒട്ടുമിക്ക മെഡിക്കൽ വേർഡ്സ് അറിയുന്നുണ്ട്. ഞാൻ ചിലപ്പോ അതിങ്ങനെ ലൈഫിൽ നമ്മളൊരു ഭാഗമായതുകൊണ്ട് ചിലപ്പോ അറിയാതെ വന്നു പോകും. അപ്പൊ അതുകൊണ്ടും കൂടെ പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം വേറെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇപ്പൊ ഈ വളർന്നു വരുന്ന പിള്ളേർ അങ്ങനത്തെവർക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത് പിന്നെ ഒത്തിരി ഏജ് ഉള്ളവർക്കും അങ്ങനെ അറിയണമെന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ വീഡിയോസിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വളരെ സാധാരണ ആൾക്കാര് അല്ലെങ്കിൽ സാധാരണ തരത്തില് ഞാന് ഈ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്ന് മാത്രമേ എൻ്റെ ഒരു ഉദ്ദേശമുള്ളൂ. അപ്പൊ ഞാൻ അതിനനുസരിച്ച് മാത്രമേ ഞാൻ പറയാൻ ശ്രമിക്കുന്നുള്ളൂ ട്ടോ. ഇപ്പം ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പീരീഡ്സ്? ഈ പീരീഡ്സ് ഏത് ഏജ് മുതൽ ഏത് ഏജ് വരെ വരും? അല്ലെങ്കിൽ ഇത് ആർക്കെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം? ഇത് എന്ന് മുതൽ നമ്മൾ ഇതിന്റെ നോളജ് നമ്മൾ അറിഞ്ഞിരിക്കണം? പിന്നെ എങ്ങനെ മാനേജ് ചെയ്യാം? എല്ലാ കാര്യങ്ങളും ആട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വീണ്ടും ഞാൻ പറയുന്നതാണ്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടതാണ് ട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ. പീരീഡ്സിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ പാരന്റ്സ് നമുക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ സാധാരണ നോർമലി നമ്മൾ പീരീഡ്സ് ഒരു 9 വയസ്സ് മുതൽ 15 വയസ്സിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മള് പറയാറുള്ളത്. അങ്ങനെ തന്നെയാണ് ട്ടോ. അപ്പൊ നമ്മൾ ബയോളജിക്കൽ ചേഞ്ചസ് ഈ പെൺകുട്ടികളിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ പീരീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഒരു 9 വയസ്സിന് 15 വയസ്സിന്റെ ഉള്ളിൽ ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പറയുന്ന ഫസ്റ്റിലൊരു കൊച്ചിന് പീരീഡ്സ് ആയി. പീരീഡ്സ് ആയപ്പോ ഈ കൊച്ചിന് ഈ നോളജോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് ഈ കൊച്ചിങ്ങനെ ടോയ്ലറ്റിലോട്ട് പോയി. അപ്പൊ ഇങ്ങനെ എന്താ പ്രേ പാർട്ടിന്ന് നമുക്ക് ബ്ലഡ് വരുന്നതാണെന്ന് അപ്പൊ ഈ കൊച്ച് വെറീഡ് ആവുന്നു. അപ്പൊ ആ ഒരു കാര്യമാണോ ഈ ഒരു
പിരീഡ് വരുന്നതിന്റെ മുന്നേ ഈ പാരന്റ് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണോ ഏറ്റവും നല്ലത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചാൽ ഈ പിരീഡ് വരുന്നതിന്റെ മുന്നേ തന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് വളരെ ക്ലിയർ പിക്ചർ ആയിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ അമ്മമാർക്കാണ്. അപ്പൊ അമ്മമാര് ഈ ഒരു പെൺകുട്ടിയാണെങ്കിലും പക്ഷെ ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്ന വിചാരിച്ച തെറ്റില്ല. കാരണം ഈ ആൺപിള്ളേർ ഇപ്പൊ നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഒത്തിരി ബാഡ് ആയിട്ടുള്ള സ്ത്രീകളെ ആക്രമിക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ കാര്യം ഈ ഓരോ ന്യൂസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരുമാതിരി നമ്മൾ ഏത് ഒരു കൾച്ചർ ഇല്ലാത്ത ഒരു ലജ്ജ തോന്നുന്ന ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. കാരണം സ്ത്രീകൾ തന്നെയാണെങ്കിലും ഈ ഇന്നേഴ്സ് ഒക്കെ എടുത്തിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഈ സ്ത്രീകള് ഈ പാഡൊക്കെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടറിയാം. അങ്ങനെ നമ്മൾക്കിടയിൽ അങ്ങനെയും കുറെ മനുഷ്യന്മാരൊക്കെ ജീവിക്കും. കാരണം ഇതൊക്കെ ഒരു ക്യൂരിയസാ. ഇതെന്താണ് ഇതൊക്കെ എന്താണ് ഇവർക്ക് ആ ഒരു ഇത് പുരുഷന്മാർക്ക് തോന്നണം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് ട്ടോ. പ്രത്യേകിച്ച് ഗേൾസിനാണെങ്കിൽ അത് നമ്മൾക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും നമ്മളെ ലൈഫിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യം കൂടെ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ പീരീഡ്സ് ഈ പീരീഡ്സിന് മുന്നേ നമുക്ക് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ അമ്മമാർ എക്സ്പീരിയൻസ് ചെയ്തത് കാരണം കൊണ്ട് പിന്നെ എക്സ്പീരിയൻസിലൂടെ പോകുന്നത് കൊണ്ടാണ് അമ്മമാർ ഇത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ കൊച്ചിന് ഒരു ക്ലിയർ പിക്ചർ പീരീഡിന്റെ മുന്നേ കിട്ടും. ആ കൊച്ചു പേടിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. പിന്നെ അങ്ങനെ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഒരു ഓക്കെ ഈ കൊച്ചിനോട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇതാണ് പീരീഡ്സിന് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ പീരീഡ്സിന്റെ കാര്യങ്ങൾ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഫസ്റ്റ് പീരീഡ്സ് ആവുന്ന ഒരു കൊച്ചെന്ന് പറയുമ്പോൾ ഒട്ടും ഇതിന് വെറുതെ ആവത്തില്ല. വളരെ എന്താ പറയാ, വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഈ കൊച്ചു ഈ ഒരു കാര്യത്തിന് മാനേജ് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എന്ന് വരാം. എന്താണ് പീരീഡ്സ്? നമ്മള് നമ്മളെ സ്ത്രീ ശരീരത്തിൽ ഹോർമോൺസ് കാരണം നമ്മൾ ബയോളജിക്കലി ഈ ഒരു ഏജിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ ഈ പീരീഡ്സ് ആയെങ്കിൽ നമ്മളെ ജന്മനാ പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് യൂട്രസ് ഉണ്ട്. പക്ഷെ ഈ യൂട്രസിൽ എപ്പോഴാണ് പ്രവർത്തനം അല്ലെങ്കിൽ ചേഞ്ചസ് നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഏജിന്റെ ഉള്ളിലാണ് ട്ടോ ഈ നടക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ വലുതായിട്ട് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് പീരീഡ്സ് എന്താണോ അതിന്റെ മാനേജ്മെന്റ് എന്താണ് അങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഇത് ഇത് മെന്റലി നമുക്ക് ഓർമ്മ ഓർമ്മയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പീരീഡ്സിന് അത്രയും ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ട്ടോ ഞാൻ ഈ പീരീഡ്സ് ഇതാണെന്ന് പറയാൻ കാരണം. പീരീഡ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ ഈ പീരീഡ്സ് ഫസ്റ്റില് പീരീഡ്സ് ആവുന്ന ഒരു കൊച്ചെന്ന് പറഞ്ഞിട്ട് പീരീഡ്സ് ആയി അപ്പൊ ഈ ആയെങ്കിൽ അടുത്ത പീരീഡ്സ് വരെ അടുത്തും നെക്സ്റ്റ് പീരീഡ്സ് അടുത്ത നെക്സ്റ്റ് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ പീരീഡ്സുകൾ ഓരോ മന്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് ഈ പീരീഡ്സ് എന്ന് പറയുന്നത് സ്ത്രീ ശരീരത്തില് ഗർഭധാരണക്ക് വേണ്ടിയിട്ട് സ്ത്രീ ശരീരം തയ്യാറെടുക്കുകയാണ്. അപ്പൊ തയ്യാറെടുക്കുമ്പോൾ ഓരോ മന്ത് നമ്മളെ യൂട്രസ് ഗർഭധാരണക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷെ അവിടെ നടക്കുന്നില്ല. ആ പ്രോസസ്സിങ് നടക്കാത്തതിന്റെ കാരണം കൊണ്ട് ഈ നമ്മളെ അതായത് ഗർഭപാത്രത്തിൽ 3 ഉറകളുണ്ട്. ആ 3 ഉറയിൽ ഏറ്റവും അകത്തെ ഉള്ള ഉറയും പിന്നെ ഈ അണ്ഡവും കൂടിയിട്ട് പൊട്ടി അവിടെ വെച്ചിട്ട് ഇത് സെറ്റ് ആയില്ല. ഈ ഒരു പ്രവർത്തനം അവിടെ നടന്നില്ല. തിരികെ ബ്ലഡോട് കൂടിയിട്ട് നമ്മൾ വെളിയിൽ വരുന്ന കാര്യമാണ് പീരീഡ്സ്. ഗർഭ ഗർഭധാരണം നടക്കാത്തത് കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് എല്ലാ മന്തും ഇതിങ്ങനെ ഫ്രഷ് ആയി യൂട്രസിനെയും കൂടെ ഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കുക. ഇത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വലിയൊരു വലിയൊരു എന്താ പറയാ വലിയൊരു ഹെൽത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു പ്രോസസ്സിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനെ വലിയൊരു കാര്യമാക്കിയിട്ട് ആദ്യം നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന അസുഖത്തിൽ അല്ല ഇതിനെ നമ്മളെല്ലാവരും ഒരു അസുഖമായിട്ട് കാണുന്നത്. ശരീരത്തിൽ ഉണ്ടാവുന്നതിനെക്കാട്ടിലും നമ്മൾ ഇതിനെ കാണുന്ന മെന്റലി അങ്ങോട്ട് എടുക്കും. അയ്യോ എനിക്ക് ബ്ലഡ് വരുന്നു, അല്ലെങ്കിൽ എനിക്ക് നടുവേദനിക്കുന്നു, എനിക്ക് വൊമിറ്റിങ് വരുന്നു, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്തോ വലിയ അസുഖം. അങ്ങനെ നമ്മൾ കാണുന്നത് കൊണ്ടാണ് നമുക്കിത് ഇത്രയും വലിയൊരു സംഭവമായിട്ട് തോന്നുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എന്നാൽ പീരീഡ്സ് ഇത്രയേ ഉള്ളൂ, ആരും പേടിക്കാനൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ നടന്നിരുന്നില്ലെങ്കിലാണ് പ്രശ്നം. എത്രയോ നമ്മുടെ ചുറ്റിലും അബ്നോർമൽ കേസസ് നടക്കുന്നുണ്ടെന്ന് പറയും. അപ്പം നമ്മൾ പീരീഡ്സ് എന്ന് പറയുന്ന ഡേയ്സേ നമുക്ക് ഇഷ്ടമല്ല. അത് എനിക്കാണെങ്കിലും ഇഷ്ടമല്ല. ആർക്കും അങ്ങനെ പീരീഡ്സിന്റെ ഡേയ്സ് ഒന്നും അങ്ങനെ ഇഷ്ടം ഉള്ളവരുണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ പീരീഡ്സ് ഇത്രയേ ഉള്ളൂ.
അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ചെറുതിലേ പിള്ളേരെ പീരീഡ് ആവുന്നതിന്റെ മുന്നേ പീരീഡ്സ് ഇതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പിള്ളേര് നിലവിളി കൂട്ടി ഇതിനൊരു പ്രശ്നമാക്കി എടുക്കൂല എന്നാണ് ഞാൻ മനസ്സിലാക്കി ഇരിക്കുന്നത്. അപ്പൊ ഇനി പീരീഡ്സ് എന്താ മനസ്സിലായി. ഇനി പീരീഡ്സിന്റെ ഏജ് നമ്മൾ പറഞ്ഞു. 9 മുതൽ 15 വയസ്സ് വരെ നമുക്ക് ഇതിന്റെ ഇടയിൽ എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കാർ ഒരു പെൺകൊച്ചാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ചെറുതിലേ ആണെങ്കിൽ പിള്ളേരെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടുത്തണം. ഡാൻസ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, പലതരം ഗെയിംസ് ആയിക്കോട്ടെ, ശരീരത്തിന് നമ്മൾ എന്ത് തരം വ്യായാമം കൊടുക്കുന്ന എന്തൊരു കാര്യത്തിനും നമ്മൾ അതിൽ അവരെ ഏർപ്പെടുത്താൻ നോക്കും. അങ്ങനെ പെടുത്തുന്നത് കാരണം നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, ഏറ്റവും നമ്മുടെ ബ്രെയിനിൽ, അതായത് മെന്റൽ ഹെൽത്തിനാണ് ഇതൊരു മെന്റൽ ഹെൽത്ത് ആണ് ഇത് ഫിസിക്കൽ ഹെൽത്തിനെക്കാട്ടിലും ബെറ്റർ. എങ്ങനെ പറഞ്ഞു തരണ്ടെന്നറിയില്ല, അത്രയും ബെറ്റർ ആയിരിക്കുന്നത് നമ്മളെ മൈൻഡിനാണ്. അപ്പം അത് ആ ഒരു കാര്യം, ഈ ഒരു ഫിസിക്കലി നമ്മൾ ബോഡി എല്ലാം സെറ്റ് ആണെങ്കിൽ മെന്റലി ഓക്കെ ആണ് എന്നാണോ? അല്ല. മെന്റലി നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഫിസിക്കലി നമ്മൾ സെറ്റ് ആട്ടോ. അപ്പം ഫിസിക്കലി നമ്മളിങ്ങനെ എല്ലാത്തിലും ഇൻവോൾവ് ആവുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും ചിന്തിക്കാനൊന്നും നമുക്ക് സമയമൊന്നും കിട്ടത്തില്ല. പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു പീരീഡ്സ് എന്താന്ന് പറഞ്ഞു, പീരീഡ്സ് ഡേറ്റ് എന്താന്ന് പറഞ്ഞു. ഇനി അടുത്ത പറയാനുള്ളതെന്ന് വെച്ചാല്, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ പെൺപിള്ളേർക്ക് ആണെങ്കിലും ആൺപിള്ളേർക്കാണെങ്കിലും പീരീഡ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് ഡീറ്റെയിൽ ആയിട്ടങ്ങും ഈ ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതും കൂടാണ്ട് തന്നെ ഇനി അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല്, ഈ നമ്മുടെ സൈക്കിൾ, പീരീഡ്സിന് ഒരു സൈക്കിൾ ഉണ്ട്. ഇത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അറിയുന്നവരുണ്ടാവാം കേട്ടോ. കാരണം ഇത് ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മളൊരു സോഷ്യൽ മീഡിയ യുഗത്തിലാണല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും പിള്ളേർക്ക് കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ ആദ്യം ആദ്യ കാലങ്ങളിലൊക്കെ ഈ നമുക്ക് എന്ത് സൈക്കിള്, എന്ത് പീരീഡ്സ്, അതൊക്കെ നമ്മൾ അങ്ങനെ അറിയത്തില്ല. നമ്മളെ എക്സ്പീരിയൻസ് തന്നെ പഠിക്കണം. ഇപ്പൊ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് പോലെയാട്ടോ ഈ സോഷ്യൽ മീഡിയ. വളരെ നല്ലതിന് യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി പ്ലാറ്റ്ഫോം ആണ് കേട്ടോ ഈ സോഷ്യൽ മീഡിയ. നമ്മളെപ്പോഴും ഈ പീരീഡ്സ് മാത്രമൊന്നുമല്ല, എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി വളരെ നല്ലതായിട്ട് ഒത്തിരി വീഡിയോസും കാര്യങ്ങളും ഒത്തിരി നോളജ് തരുന്ന ഒരു കാര്യം കൂടാണ് കേട്ടോ. അപ്പം നമ്മള് ഇപ്പൊ ഈ ഒരു എന്താ പറയാ, പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ നല്ലതിന് യൂസ് ചെയ്യുന്നുണ്ട്, മോശം രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നല്ലതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്, നല്ലതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ പിള്ളേർക്ക് ഇപ്പൊ ഒത്തിരി നല്ല നോളജ് ഉണ്ട്, ബാഡ് നോളജ് ഉണ്ട്. ഇപ്പൊ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ കാര്യങ്ങളിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ, ഇപ്പൊ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കൂടെയാണെങ്കിൽ പിള്ളേർക്ക് എല്ലാം അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതെന്തോ ആട്ടെ. അപ്പൊ പിന്നെ അടുത്ത് അടുത്ത നമ്മളെന്ന് വെച്ചാൽ സൈക്കിളിനെ കുറിച്ച് അറിയണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഈ സൈക്കിളിന്റെ കാര്യം നമുക്ക് പറയാം. ഈ ഞാൻ പറഞ്ഞല്ലോ ആസ് എ നേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലയൻസിന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കൊളീഗ്സിന് അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ റിലേറ്റീവ്സിന് എല്ലാം കാണുന്ന സമയത്ത് അവര് പറയുന്ന ഒരു കാര്യം കേട്ടിട്ട്, അയ്യോ എനിക്ക് മന്ത്ലി 2 ടൈംസ് പീരീഡ്സ് ആയി. ഇപ്പൊ നമ്മള് അബ്നോർമൽ കേസിൽ കേട്ടോ, അബ്നോർമൽ കേസിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ നോർമൽ കേസിനെ വരെയാട്ടോ പറയുന്നത്. അബ്നോർമൽ കേസ് അല്ല, നോർമൽ കേസിൽ ഈ പീരീഡ്സിന്റെ സൈക്കിൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ 31 വരെയുള്ള കലണ്ടറിൽ 31 എന്നുള്ളൊരു മന്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ആൾക്ക് 1-ാം തീയതി പീരീഡ്സ് ആയി. അപ്പൊ ഇവർക്ക് ഈ സൈക്കിളിനെ കുറിച്ചൊന്നും അറിയത്തില്ല. സൈക്കിൾ പീരീഡ് ആകുമ്പോൾ ആവട്ടെ, അല്ലെങ്കിൽ പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പീരീഡ്സിനെ കുറിച്ചിട്ട് നമുക്ക് എത്രത്തോളം നോളജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത്രത്തോളം നോളജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പീരീഡ്സിനെ കുറിച്ച് വെറീഡ് ആവേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരു അസുഖങ്ങൾ ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഈ സൈക്കിളിനെ കുറിച്ച് ഇപ്പൊ 1-ാം തീയതി പീരീഡ്സ് ആയ ഒരു 1-ാം തീയതി പീരീഡ്സ് ആയ അല്ലെങ്കിൽ 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി അല്ലെങ്കിൽ 29, 28-ാം തീയതി പീരീഡ്സ് ആവുന്ന മന്ത് തന്നെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ സൈക്കിൾ എന്താണെന്ന് ആദ്യം നോക്കുക. നമ്മളെ സൈക്കിൾ ചിലപ്പോൾ 28, നമുക്ക് നോർമലി നമ്മുടെ സൈക്കിൾ 28, 30 ആണ് കേട്ടോ. നമ്മളെ സൈക്കിൾ മീൻസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരാൾക്ക് എന്ന് വെച്ചാൽ റെഗുലർ സൈക്കിളിൽ 28, 30 ആണ്. ഇപ്പം പീരീഡ്സ് ആയ ഒരാള്
1-ാം തീയതി പീരീഡ്സ് ആയാലും ചിലപ്പോൾ 28-ാം തീയതിയോ 30-ാം തീയതിയോ, അപ്പൊ അവരുടെ സൈക്കിൾ എന്ന് വെച്ചാൽ 28ആണ്. അല്ലെങ്കിൽ 30-ാം തീയതി ഇല്ല, മീൻസ് 28-നോ 29-നോ സൈക്കിൾ. ഞാൻ പീരീഡ്സ് ആണെങ്കിൽ അവരുടെ സൈക്കിള് 28ആണ്. പിന്നെ ആ മന്ത് തന്നെയാണ് ട്ടോ ഇതായത്. ഒരാളെ സൈക്കിള് 30 30 ആൾക്ക് പീരീഡ്സ് ആയി നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ സൈക്കിളിനെ കുറിച്ച് അറിയണം. അപ്പൊ എങ്ങനെയാ, അപ്പൊ ഇറഗുലർ ആണോ അത് നോർമൽ ആണോ? എക്സാക്ട് നോർമൽ ആയിട്ടുള്ള ഒരാള്, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയാണ് നമുക്ക്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവര് ചിന്തിക്കും എനിക്ക് എന്തോ ഒരു അസുഖം ഉള്ളത് കൊണ്ടാണ് ഈ മന്തിൽ 2 തവണ പീരീഡ്സ് ആയാലും. ഒരിക്കലും അല്ല, മന്തിൽ 2 തവണ പീരീഡ്സ് ആകുമ്പോൾ നമ്മൾ സൈക്കിളിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. നോർമൽ ആയിട്ടുള്ള ഒരു ബോഡിയിൽ 28-ഓ 30-ആണ് നമ്മൾ സൈക്കിൾ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ, ഈ മാസം 31 ദിവസം ഉള്ളത് കൊണ്ടാണ് 2 ടൈം, അല്ലെങ്കിൽ 30 ദിവസം ഉള്ളത് കൊണ്ടാണ് 2 ടൈം. ഇനിയിപ്പോ നമ്മള് ഇപ്പൊ സൈക്കിളിനെ കുറിച്ച് ഐഡിറ്റില്ല. ഇപ്പൊ ഈ ഒരു നമ്മളെ കൂടെ ഉള്ളവര് ഇനി സൈക്കിളിനെ കുറിച്ചിട്ട് ഈ കാര്യം പറയും. ഇപ്പൊ എല്ലാവരുടെ സൈക്കിളും നമ്മള് അറിഞ്ഞിരിക്കണം. ഓരോ വ്യക്തികളും എന്റെ സൈക്കിൾ 30-ആണോ എന്റെ സൈക്കിൾ 28-ആണോ എന്ന് അറിഞ്ഞിരുന്നാൽ നമ്മൾ ടെൻഷൻ അടിക്കണ്ട. അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ട്ടോ നമുക്ക്. അത് ഞാൻ പറഞ്ഞിട്ടാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഈ ഒരു ഇതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പൊ ഈ നമ്മളെ കൂടെ ഉള്ളവർ ഇപ്പൊ പറയാം, അയ്യോ എനിക്ക് 2 തവണ പീരീഡ്സ് ആയി, അല്ലെങ്കിൽ 2 തവണ. അപ്പൊ നമ്മൾ അവരോട് പറയണം, ആദ്യം നിങ്ങൾ സൈക്കിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത പീരീഡ്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പീരീഡ്സ് ആവുന്നത് അറിയാൻ ചോദിച്ചാൽ കുഴപ്പമില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമ്മളങ്ങനെ ബോധേഡ് ഒരു ആവശ്യമില്ല. പിന്നെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ വളർന്നു വരുന്ന പിള്ളേർ, അതായത് വളർന്നു വരുന്ന പീരീഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പീരീഡ്സ് ഒരു കൊച്ചിനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മോളെ നിനക്ക് അടുത്ത 28 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പീരീഡ്സ് ആവും. അത് കഴിഞ്ഞിട്ടും അങ്ങ് പീരീഡ്സ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു പ്രായം വരെ നമുക്കിങ്ങനെ പീരീഡ്സ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാം. നമുക്ക് പീരീഡ്സിനെ കുറിച്ചിട്ട് അയ്യോ ഇപ്പൊ നമുക്ക് പീരീഡ്സിനൊക്കെ ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ആദ്യങ്ങളൊന്നും അങ്ങനെ ലീവൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പീരീഡ്സിനെ കുറിച്ചിട്ട് ആരും അങ്ങനെയൊന്നും നോളജ് കൊടുക്കാറില്ലല്ലേ. ഞാൻ ഞാൻ സയൻസ് എടുത്ത് പഠിച്ചിട്ടുണ്ട്. സയൻസ് എടുത്ത് പഠിച്ചിട്ടുണ്ടെന്നല്ല, സയൻസ് ആയിരുന്നു എന്റെ വിഷയം. +1 +2. അപ്പം അവിടെ നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്റെ ഒരു ഓർമ്മയിൽ എന്ന് വെച്ചാല് നമുക്കങ്ങനെ ആരും ആ ഒരു നമുക്ക് ആരും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന തരത്തില് മാഡംസ് ഒന്നും ക്ലാസ് എടുത്ത സമയമില്ല ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ പിന്നെ ഞാൻ നേഴ്സിങ്ങിന് പോയ സമയത്ത് ഞങ്ങൾക്കൊരു മാഡം ഉണ്ടായിരുന്നേ. പുള്ളിക്കാരി ഒത്തിരി എപ്പോഴും നമ്മൾ ഓർത്തിരിക്കാൻ പറ്റും, അത്രയും അടിപൊളിയായിട്ടുള്ള ഉണ്ടായിരുന്നെ. അപ്പൊ ഈ പിള്ളേർക്കാണെങ്കിൽ ഇപ്പൊ നമുക്ക് പീരീഡ്സിന് നമുക്ക് ലീവ് എല്ലാം കിട്ടുന്നുണ്ടല്ലേ. ആ ടൈമിലൊന്നും പീരീഡ്സിനൊന്നും ലീവ് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ ഈ പിള്ളേർ ക്ലാസ്സിൽ തന്നെയാണെങ്കിലും ഒന്നില്ലെങ്കിൽ ക്ലാസ്സിൽ വന്നിട്ട് വയറുവേദന എടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ വയറുവേദന ഒട്ടും കഴിക്കാൻ പറ്റാതെ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന, അങ്ങനെ ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ടായപ്പം ഇങ്ങനെ ലീവ് ആക്കിക്കൊണ്ടിരിക്കല്ലേ നമുക്ക്. പിന്നെ അതും ഈ പിള്ളേരെ ബുദ്ധിമുട്ടും കാരണം കൊണ്ട് ഈ മേഡം നമുക്ക് മന്ത്ലി നമുക്ക് ക്ലാസ് എടുത്ത് തരാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ ആ മേഡം ഞങ്ങൾക്ക് മന്ത്ലി ക്ലാസ് എടുത്ത് തരുമായിരുന്നു കേട്ടോ. അപ്പം അത് എല്ലാ മന്തും ഇല്ല, നമുക്ക് പറ്റുന്ന ടൈമെല്ലാം മേഡം എടുത്ത് തന്നിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസും കൂടെ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ വർക്കൗട്ട് ചെയ്തതും അതുപോലെ തന്നെ ഞാന് അതും കൂടെ കൂടിയിട്ടാട്ടോ ഞാൻ ഇത് പറയുന്നത്. എനിക്കത് എത്രത്തോളം പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പം അങ്ങനെ. അപ്പോ നമ്മള് ഇപ്പൊ പറഞ്ഞു സൈക്കിൾ എന്താ പറഞ്ഞു, പീരീഡ്സ് എന്താന്ന് പറഞ്ഞു, ഏത് ഏജാന്ന് പറഞ്ഞു, സൈക്കിൾ എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയട്ടെ, ഇനി ഈ പീരീഡ്സ് കൊണ്ട് നമ്മൾ പല അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം പറയാറുണ്ടല്ലേ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളുണ്ടല്ലോ ഒരു കാര്യം മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, പീരീഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖമല്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ പീരീഡ്സ് എന്താണെന്ന്. അപ്പൊ നമ്മൾ അത് ആദ്യം മെന്റലി നമ്മൾ പീരീഡ്സിനെ കൊണ്ട് ഓക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു അസുഖത്തിനെ നമ്മള് ഇല്ലാണ്ടാക്കാന്നാട്ടോ ഞാൻ ഈ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ നോർമൽ കേസിന്റെ കാര്യമായിട്ടോ പറയുന്നത്. വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മപ്പെടുത്തി തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അബ്നോർമൽ കേസിന്റെ കാര്യമല്ല.
നോർമലി ഇനി ഒരു കാര്യമുണ്ട്. നമ്മൾ പീരീഡ്സിന്റെ ബ്ലഡ് എത്ര മുതൽ നമുക്ക് എത്ര ഡേയ്സ് വരെയാന്നുള്ള കാര്യം നമ്മളൊന്ന് അത് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് സാധാരണ പീരീഡ്സിന്റെ ബ്ലഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മാത്രം പീരീഡ്സിന്റെ ബ്ലഡ് കാണിച്ചു. രണ്ടാമത്തെ ദിവസം അല്ല മൂന്നാമത്തെ ദിവസം പിന്നെ അങ്ങ് ഇല്ല. ആ മന്ത് ഇല്ല. അതൊരു അബ്നോർമൽ കേസാണ്. 2 ദിവസം അത് അബ്നോർമൽ കേസാണ്. 3 ദിവസം അബ്നോർമൽ കേസാണ്. ഏഹ് നമ്മൾ പറയുന്നത് ഒരു 4 ടു 8 മാക്സിമം. പിന്നെ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യം കേട്ടോ, ഏറ്റവും വരാറൊന്നുമില്ല, 7 ഡേയ്സും വരാറില്ല, 6 അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലാണ് നോർമൽ കേസിൽ. ഡിപ്പെൻസ് അപ്പോൺ ബോഡിയും കൂടാണ്. ബോഡി മാത്രം മീൻസ് പറയുന്ന ഈ ശരീരം എന്ന് പറയുന്നത് തന്നെ നമ്മൾ പല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് എന്ന് വെച്ചാൽ ഇത്രയും ഈ ഡേയ്സ് ഒക്കെ കേട്ടോ, നമ്മൾ ഒട്ടും 4 ദിവസത്തിന്റെ താഴത്തോട്ടേക്ക് പോകാറില്ല, ഒരു 8 ദിവസത്തിന്റെ മുകളിലോട്ടും പോകുന്നില്ല. ഒരു അബ്നോർമൽ കേസാണ്. ഇനിയിപ്പോ 15 ദിവസം വരെ ഡോക്ടേഴ്സ് പറയുമ്പോൾ 15 ദിവസം വരെ ബ്ലഡ് വരുന്നു, നമുക്ക് അടുത്ത മന്ത് വരെ ഒന്ന് നോക്കാം. അതൊക്കെ ഒരു അബ്നോർമൽ കേസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താ ബ്ലഡിന്റെ ഡേയ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ ആ ഒരു ബ്ലഡിലും നമുക്ക് അതിലും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഫസ്റ്റ് ഡേ നമുക്ക് ബ്ലഡിനെക്കാട്ടും സെക്കൻഡ് ഡേ ആയിട്ടില്ലേ നമുക്ക് ബ്ലഡ് ഉണ്ടാകുന്നത്. അതൊരു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ എത്ര പേര് ഈ പീരീഡിൽ ബ്ലഡ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. നമുക്ക് എന്തുകൊണ്ടാണ് പീരീഡ്സിൽ ഫസ്റ്റ് ഡേ നമുക്കൊരു നമ്മളെ എന്താ അടിവയറിന്റെ താഴെ അങ്ങനല്ലേ പറയുന്നത്, അതായത് ലോവർ നമ്മൾ അബ്ഡോമിനൽ പെയിൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ താഴെ നമ്മൾ അടിവയറിന് താഴെ വേദന എന്ന് വെച്ച് കഴിഞ്ഞാല് അതെന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കഠിനമായിട്ട് വേദന കാരണം എന്ന് വെച്ചാൽ പിന്നീട് അങ്ങ് കുറയും. അത് കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പീരീഡ്സ് ആവുന്ന സമയത്ത് നമ്മളെ പ്രൈവറ്റ് പാർട്ടിന്ന് ഒരു ബ്ലഡിന്റെ ക്ലോട്ട് പോകണ്ട. ആ ബ്ലഡിന്റെ ക്ലോട്ട് നമ്മളെ ഈ എന്താ പറയാ യൂട്രസിന്റെ ഈ എന്താ ബ്ലഡ് വെളിയിലോട്ട് പോകുന്ന ആ പാർട്ടിൽ ഇങ്ങനെ തടഞ്ഞു നിൽക്കുക. തടഞ്ഞു നിന്നിട്ട് നമുക്ക് ബ്ലഡിന്റെ ഈ ബാക്കിയുള്ളതിന് പോവാൻ അതിങ്ങനെ വെളിയിലോട്ട് ഈ ബ്ലഡ് ക്ലോട്ട് വെളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ അത് ശ്രമിക്കുമ്പോൾ അതിന് പോകാൻ പറ്റാത്തത് കൊണ്ട് അത് അവിടെ നിൽക്കുക. ബാക്കി ബ്ലഡ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതുകൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ കൂടുതലായിട്ട് വേദന. അതങ്ങ് നോർമലി അങ്ങ് പോയി കഴിഞ്ഞാല് നമുക്ക് ആ വേദന ഉണ്ടാകത്തില്ല. നോർമലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ സാധാരണ ഉണ്ടാകുന്ന പോലെ നമ്മുടെ ശരീരത്തില് ഒരു സൈക്കിൾ പോലെ നമ്മൾ പറയുന്ന മന്ത് മാത്രമല്ല നമ്മുടെ സൈക്കിൾ, നമ്മളെ ബ്ലഡിനെ വളരെയധികം ഇത് എഫക്ട് ചെയ്യുന്നതും കൂടിയാണ് അല്ലെ പീരീഡ്സ്. നമ്മൾ ഇത്രയും ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോകുന്നെല്ലാം പറയും. അത് ഈ ബ്ലഡോട് കൂടിയാണ് ഇത് പോകുന്നത്. നമ്മൾ വിചാരിക്കുന്ന പീരീഡ്സ് അല്ല, ഈ ബ്ലഡോട് കൂടി പോകുന്നത് ബ്ലഡിന് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ബ്ലഡ് മാത്രമല്ല പോകുന്നത്, യൂട്രസിന്റെ അകത്തുള്ള ഒരു ലെയർ, അതായത് ഇന്നർ മോസ്റ്റ് ലെയറും കൂടെ അങ്ങ് വെളിയിലോട്ട് പോവാണ് ട്ടോ. അപ്പൊ അത് നമ്മളിങ്ങനെ ബ്ലഡോട് കൂടെ നമ്മളങ്ങനെ നമ്മൾ ബ്ലഡിനെ മാത്രം റെഡ് കളർ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. അപ്പൊ പീരീഡിന്റെ ബ്ലഡിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഫസ്റ്റ് ഡേനെക്കാട്ടിലും കൂടുതൽ ഒന്നുകൂടി സെക്കൻഡ് ഡേ ആയിരിക്കും. പിന്നെ തേർഡ് ഡേ ഫസ്റ്റ് ഡേനും ഒക്കെ ഒരു ഈക്വൽ ആയിരിക്കും. പിന്നെ ഫോർത്ത് ഡേ പിന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് വരും. പിന്നെ അങ്ങ് ചിലപ്പോൾ ഒന്നോ രണ്ടോ വരും, ടോപ്സ് പോലെ വരും. പിന്നെ ലാസ്റ്റ് ഡേ ഒക്കെ കുറച്ചും കൂടി കൂടുതൽ വരും. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ബ്ലഡിന്റെ ഒരു ഇത്. പക്ഷെ നോർമലി അങ്ങനെ കേട്ടോ. പക്ഷെ നമ്മള് ഒരു ദിവസം ഇപ്പം ഒത്തിരി ഭയങ്കര ഫ്ലോ പാഡ് വെക്കുന്നു, ഒരു 1 അവർ ആണെങ്കിലും പിന്നെ വീണ്ടും അടുത്ത് ചേഞ്ച് ആക്കുന്നു, വീണ്ടും അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊരു അബ്നോർമൽ കേസ് ഉണ്ടാവും. അപ്പം നമ്മൾ പറയുന്നത് നോർമൽ കേസിന്റെ കാര്യമാണ്. അബ്നോർമൽ കേസ് ആണ് എന്ന് നമ്മൾ അത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ യു ക്യാൻ ഗോ ടു ഡോക്ടർ. നമ്മൾ ഡോക്ടർ എന്തായാലും നമ്മൾ കാണിക്കണം. അപ്പോൾ ഡോക്ടറെ കാണിക്കണം. അതുപോലെ അതിന് എന്താണോ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കണം. നമ്മളെ എന്താണ് നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഏർലി തന്നെ നമ്മൾ കാണിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ മച്ച് മച്ച് ബെറ്റർ എന്ന് ഞാൻ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള ഒരു കാര്യം നമ്മളിപ്പോ പറഞ്ഞു, ഇനിയിപ്പം ഈ പീരീഡ്സിന്റെ പെയിൻ എല്ലാരും കാത്തിരിക്കുന്ന ഒരു പോർഷനാണല്ലേ പീരീഡ്സിന്റെ പെയിൻ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും. ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ഞാൻ പറയാൻ ശ്രമിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് കേട്ടോ. ആദ്യം ഞാൻ ഫസ്റ്റില് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ചെറുതിലെ പീരീഡ്സ് ആവണമെന്നില്ല, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഫിസിക്കൽ ആക്ടിവിറ്റീസിലോട്ട് നമ്മൾ ഇറങ്ങുക, നമ്മളങ്ങ് ചെയ്യുക. അതിപ്പോ യോഗ ആയിക്കോട്ടെ, വർക്കൗട്ട് ആയിക്കോട്ടെ, ഗെയിംസ് ആയിക്കോട്ടെ, പിന്നെ പിള്ളേർ ഡാൻസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ മെന്റലി നമ്മളങ്ങ്
ഫിസിക്കലി സ്ട്രെങ്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ മെന്റലി ആണ് നമ്മൾ സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഇപ്പൊ എന്ത് പീരീഡ്സിനൊന്നും നമ്മൾ നെവർ മൈൻഡ്, നമ്മൾ അതിനെ നേരിടും എന്നുള്ളൊരു ഇത്. പിന്നെ ഈ അമ്മമാരെല്ലാം നമ്മൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അമ്മമാര് പറഞ്ഞു തരുന്ന ഓരോ വേർഡ്സ് ആണല്ലേ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും, വേറെ ആര് പറഞ്ഞാലും നമുക്ക് അത്രയും നമ്മളത് വക വെക്കത്തില്ല. പക്ഷെ ഉമ്മമാര് പറയാണ് എത്ര വലിയ കാര്യമാണെങ്കിലും മോളെ ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്തതാ, എനിക്കത് എക്സ്പീരിയൻസ്, എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല, നീയും ഇത് എക്സ്പീരിയൻസ്. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്, അത് എന്താ പറയാ, നമുക്ക് ഗേൾസിന് അമ്മമാര് തരാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാ. നമ്മളത് വിശ്വസിക്കും, നമ്മളെ അമ്മ അത് ചെയ്തതാണ്, നമ്മളെ അമ്മക്ക് ഉണ്ടായതാണ്, നമ്മളെ അമ്മ ഇങ്ങനെ ചെയ്തു, നമ്മളെ അമ്മക്കൊന്നും സംഭവിച്ചിട്ടില്ല, നമ്മൾ ഇപ്പയും നിൽക്കുന്നത് അപ്പൊ നമ്മളെ അമ്മ ഇതൊക്കെ സഹിച്ചിട്ടല്ലേ ഇവിടെ വന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ മൈൻഡിലോട്ട് എടുക്കത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ആ ഒരു വേർഡ്, ആ ഒരു സെന്റൻസ്, ആ ഒരു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓരോ മന്തിൽ നമുക്ക് പീരീഡ്സ് വരുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ആ ഒരു കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞു ഫിസിക്കലി നമ്മൾ ഈ ബോഡി ഇതാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഏഹ് ഈ കാൽ വേദന അത് വേദനിക്കും. ഈ നമ്മളെ ഈ ബ്ലഡിന്റെ ഈ ഒരു സാധനം നടക്കുന്നത് നമ്മൾ കാൽഷ്യത്തിന് പെൺകുട്ടികൾക്ക് ഈ പീരീഡ്സിൽ വരുന്ന പ്രായമാകുന്നതിനനുസരിച്ച് നമുക്ക് കാൽഷ്യത്തിന് നന്നായിട്ട് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു മെഡിക്കൽ പരമായിട്ട് ഞാൻ അങ്ങ് പറയാന്ന് വെക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാൽവേദന. ഇപ്പൊ കാൽവേദന അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ ഈ ബ്ലഡ് നമ്മൾ പറഞ്ഞില്ല അയൺ ഉണ്ട്. അപ്പൊ അയൺ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഈ പീരീഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പീരീഡ് ആയി ആ ദിവസങ്ങളിൽ നമ്മൾ നല്ല ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ് ചെയ്യുക, അങ്ങനെ നിങ്ങൾ ആരും വിചാരിക്കരുത്. ആദ്യമേ നമ്മൾ പീരീഡിനാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വേറെ കാര്യമുണ്ട്. ഡെയിലി നമുക്ക് പീരീഡ്സിന് വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾ, പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ എന്നല്ല, പക്ഷെ ഗേൾസിന്റെ കാര്യമാണെങ്കിൽ ഗേൾസ് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുക. മോർ 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 പ്ലെന്റി ഓഫ് വാട്ടർ. ഇതേ പറയാനുള്ളൂ. നല്ല പോലെ നമ്മള് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഏഹ് നമ്മള് നമ്മൾ പറയുമല്ലോ, നമുക്കൊരു ഒരു ദിവസം ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ വെള്ളം കുടിക്കുക. വെള്ളം കൂടി ഒട്ടും നമ്മളങ്ങ് കുറക്കരുത്. വെള്ളം കുടിക്കാതെ പീരീഡ്സിന്റെ ആഫ്റ്റർ ആണെങ്കിലും ബിഫോർ ആണെങ്കിലും ഡ്യൂറിങ് ആണെങ്കിലും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വെള്ളം നമ്മൾ കുടിക്കുക. എത്രത്തോളം വെള്ളം ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ വെള്ളം ഇൻടേക്ക് ചെയ്യുക. വെള്ളം കുടിക്കുന്നോണ്ടെന്ന് വെച്ചാല് അത് ഞാൻ പറഞ്ഞതാ. ബിഫോർ പീരീഡ്സിന് മുന്നേ വെള്ളം കുടിക്കുകയാണെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് നമ്മളെ യൂട്രസിന് ഈ ഫ്ലോ നമ്മളത് എന്താ നല്ല പോലെ ആക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ബ്ലഡ് ക്ലോട്ട് അവിടെ തങ്ങി നിൽക്കും, അതൊന്നും അങ്ങനെ തങ്ങി നിൽക്കാനുള്ള ഒരു ഇതാവത്തില്ല. ഒക്കെ വേഗം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പീരീഡ്സിന് ബ്ലഡും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ നമ്മൾ പറയുന്നുണ്ട് ബിഫോർ നമ്മളിപ്പം പീരീഡ് ആവട്ടെ എന്നിട്ട് കുടിക്കാൻ നിൽക്കുവാണെങ്കിൽ അങ്ങനെ ഇല്ല. നമ്മള് വെള്ളം നമ്മൾ ബിഫോർ കുടിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ പീരീഡ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാത്തിലും നല്ലതാണ്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് നമ്മളെ ബയോളജിക്കൽ പ്രോസസ്സിംഗ് നമ്മൾ വെള്ളം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ പോലും മനസ്സിലാക്കാതെ വെള്ളത്തിനുള്ള പ്രവർത്തനം. പിന്നെ ഡ്യൂറിങ് പീരീഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയത്തില്ല. ഇപ്പം ഈ പീരീഡ്സ് ഇന്ന് പീരീഡ്സിന്റെ ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് പോകുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പം പീരീഡ് കുറെ പേര് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചില പേര് ഞാൻ പറഞ്ഞില്ല ഇത്രയും നോളജ് ഉള്ളവരാണെങ്കിൽ ഒക്കെ ഇനി എനിക്ക് പീരീഡ്സ് ആവുന്നൊക്കെ അറിയുന്നവർക്ക് ഓൾറെഡി അറിയാം. പിന്നെ എന്തെങ്കിലും പെയിനും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പറയുന്നത്. അപ്പൊ നമ്മൾ യൂറിൻ നമ്മൾ ഫ്ലഷ് ഔട്ട് അടിക്കുമ്പോൾ തന്നെ നമ്മൾ പീരീഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കുക. ഈ ബ്ലഡ് ക്ലോട്ട് തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് വയറുവേദന എല്ലാം വരുന്നത്. ലോവർ അബ്ഡോമിനൽ പെയിൻ. അപ്പൊ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നമ്മൾ യൂറിൻ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂടെ ഇങ്ങനെ പോയിക്കോളും. വെള്ളം കുടിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഇനി ആഫ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത പീരീഡ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലും യൂട്രസിനോട്ടും ഈ വെള്ളം നമ്മളെ ഹെൽപ്പ് ആക്കുന്നുണ്ട്. വെള്ളം കുടിക്കുന്നത് കാരണം വെള്ളം ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അപ്പൊ നമ്മുടെ ഇതില് പിന്നെ ഇനി അതുപോലെ തന്നെ നമ്മൾ പീരീഡ്സിന്റെ ബ്ലഡ് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താ പറയാ പ്രോപ്പർട്ടീസ് അതെന്തോ ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ഒത്തിരി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പാൻറ്റീസ്, പിന്നെ മെൻസ്ട്രൽ കപ്പ്, പിന്നെ അതുപോലെ തന്നെ ടാമ്പോണറ്റ്. അത് ഞാൻ പറയത്തില്ല, ഞാനത് യൂസ് ചെയ്തിട്ടില്ല, എനിക്കത് യൂസ് ചെയ്യാൻ താല്പര്യമില്ല. അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വളരെ ബാഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു
നമ്മളെ സൈക്കിളിൽ തന്നെ നമ്മളത് ചേഞ്ചസ് വരുത്തണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ പറയുന്നത്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാനത് കേട്ടിടത്തോളം എനിക്കത് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ പഠിച്ചിടത്തോളം അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ട് എനിക്ക് യൂസ് ചെയ്യാനും തോന്നിയിട്ടില്ല. ഞാൻ പാഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പാഡഡ് പാൻറ്റീസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മള് ഈ നമ്മള് ഓരോ അമ്മമാരും ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അതും ഞാൻ പറയട്ടെ, എപ്പോഴും അമ്മമാരാണ് ട്ടോ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുത്താൽ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ടാണ് അമ്മമാര് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ഒത്തിരി എക്സ്പീരിയൻസും കൂടെ ആയിട്ടുള്ള ആൾക്കാരല്ലേ ഈ പീരീഡ്സിനെ കൊണ്ട്. അപ്പം ഇനി പറയട്ടെ, ഈ പീരീഡ്സിന് നമ്മള് ഉം. ഈ പീരീഡ്സിന് നമ്മള് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാ ഈ പാഡ് ഈ പാഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ടൈം മുതല് നമ്മൾ അവേഴ്സ് ഉണ്ട്. ഈ 4 അവേഴ്സിന് കൂടുതൽ ഒരു പാഡ് യൂസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം അതും യൂസ് ചെയ്തെന്ന് പറയുന്നത് ഇപ്പൊ നോർമൽ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് എത്രത്തോളം വരും എന്നുള്ള കാര്യം അറിയാം. ഇപ്പം ബ്ലഡ് വന്നിങ്ങനെ പാൻറ്റീസ് ഇവിടെ നമ്മളിങ്ങനെ നമ്മളെ പ്രൈവറ്റ് പാർട്ടിൽ ഇങ്ങനെ കുറേ നേരം ഒത്തിരി നിൽക്കാം. ഈ പാഡിന് ഒരു ബ്ലഡ് ഇങ്ങനെ കളക്ട് ചെയ്യുന്നത് തന്നെ അതൊരു വേറൊരു സ്മെല്ലോട്ട് അങ്ങ് പോകും അല്ലെ. ഒരു കാര്യം ഇത്. അപ്പൊ നമ്മളൊരു ബാഡ് സ്മെല്ല് അപ്പൊ തന്നെ നമ്മൾ മൈൻഡിൽ പീരീഡ്സ് ഡേയ്സ് ബാഡ് സ്മെല്ല് പിന്നെ പ്രൈവറ്റ് പാർട്ടിലൊരു നനവ് ഒരു വല്ലാത്തൊരു ഇത് നമ്മളങ്ങ് ചടഞ്ഞു കൂടിയിരിക്കാൻ നോക്കും. അപ്പൊ നമ്മൾ ഒരു ഉണർവ് നമുക്ക് തരുന്നില്ല. നമ്മളെ നിങ്ങൾക്ക് എത്രത്തോളം അറിയുന്നത് നമ്മളെ സ്മെല്ല്, നമ്മളെ അതുപോലെ നമ്മുടെ ചുറ്റുപാട്, നമ്മളെ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മളെ മെന്റൽ ഹെൽത്തിനെ നല്ലപോലെ ബാധിക്കും. നമ്മൾ നല്ലപോലെ ഹെൽത്തി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാല് നമ്മളൊരിക്കലും എന്താ പറയാ ഇത് നട അപ്പം ഈ ഞാൻ പറഞ്ഞോണ്ട് വന്നത് ഈ പാഡില് ബ്ലഡും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇറിറ്റേഷന്, ഒരു ഉണർവില്ലായ്മ, ചടഞ്ഞുകൂടിയിരിക്കുക. പിന്നെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളെന്ന് വെച്ചാല് നമ്മൾ പ്രൈവറ്റ് പാർട്ട് നമ്മളെ ഇങ്ങനെ നമ്മളെ തൈസിന്റെ ഇടയിലായതുകൊണ്ട് തന്നെ ഭയങ്കര ഇടുങ്ങിയ സ്ഥലം. അപ്പൊ അവിടെ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഓൾറെഡി പറയാം ഇറിറ്റേഷൻ, ഈ ഫ്ലൂയിഡ് ഒക്കെ നിൽക്കും. എന്ന് വെച്ചാൽ ഒരു ഡാർക്കനിങ് കൂടും ഒന്ന്. പിന്നെ ഇച്ചിങ് കൂടും, അതായത് ചൊറിച്ചില് കൂടും. പിന്നെ അവിടെ വേറെ വല്ലൊരു രീതിയിലോട്ടായി പോവും. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ വരാണ്ട്. പിന്നെ ഒട്ടും ഹൈജീൻ അല്ലാണ്ട് പോവും. ഹൈജീൻ ഈ പീരീഡ്സിന്റെ സമയത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്ടോ. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞു പാഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ആവശ്യത്തിന് നല്ല ഫ്ലോ ആയതുകൊണ്ട് നമ്മളതിന് 4 അവേഴ്സ് ആവണോ അങ്ങനെ ഇരിക്കുന്നു വേണ്ട. എപ്പൊ നമുക്കത് ചേഞ്ച് ആക്കണം തോന്നുകയാണെങ്കിൽ നമ്മൾ ചേഞ്ച് ആക്കുക. പിന്നെ പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് പാഡിനെ ഞാനങ്ങനെ ഇപ്പം മെൻസ്ട്രുവൽ കപ്പ് വന്ന കാരണം തന്നെ ഞാൻ പാഡ് യൂസ് ചെയ്ത ഒരാളാണ്. അതുപോലെ കപ്പ് യൂസ് ചെയ്തത്. എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പം മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് യൂസ് ചെയ്യാൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യും ഒത്തിരി ഉണ്ട് ഇൻഫെക്റ്റഡ് ആയിപ്പോവും. നമ്മൾ എൻ്റെ യൂട്രസിൻ്റെ ഇൻഫെക്റ്റഡ് ആയിപ്പോവും. പിന്നെ അത് ക്യാരിയും ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഇതുണ്ട്. അപ്പം കപ്പ് ഒരു നല്ലൊരു കാര്യമാണ്. പാഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നമ്മൾ മാക്സിമം അത് ടോയ്ലറ്റിലോട്ടൊന്നും ഡിസ്കാർഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. പിന്നെ നമ്മളെ ടോപ്പിക് അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇപ്പൊ നമ്മള് അപ്പൊ പറഞ്ഞോണ്ട് വന്നതെന്ന് വെച്ചാല് നമ്മളെ പീരീഡ്സ് അതിന്റെ പാഡ് അപ്പൊ നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ പീരീഡ് ആവുന്ന ദിവസം നമ്മൾ ഒന്നും കൂടി എല്ലാ ദിവസത്തെക്കാട്ടിലും കൂടുതൽ എനർജിയോട് കൂടെ ഇരിക്കാനും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. അതാ എനിക്കും പറയാനുള്ളത്. സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. എല്ലാത്തിനും കൂടുതൽ വേറൊരു വ്യത്യസ്തമായിരുന്നു. നമ്മളൊരു പുതിയൊരു ഇമ്പോർട്ടന്റ് ഡേയ്സ് ആണ്, അല്ലെങ്കിൽ ഇനി നമ്മൾ അത്രയും പ്ലസന്റ് ആയിട്ട് നമ്മൾ ഇന്ന് നമ്മൾ നിൽക്കുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മൾ ആർക്കും തടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഇപ്പൊ പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇപ്പൊ ഈ നമ്മളില്ലേ ഏറ്റവും കൂടുതൽ പീരീഡിന്റെ പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരോട്ടാ പറയുന്നത്. നമ്മൾ ചെറു ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് നമ്മളുണ്ടല്ലോ കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ അടിവയറിനെ നമ്മള് അത് എന്താ എങ്ങനെയെങ്കിലും ഇപ്പൊ നമ്മൾ പറയത്തില്ലേ ഹോട്ട് ബാഗ് ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ പീരീഡിന്റെ വേദന മാറ്റാൻ വേണ്ടി ശ്രമിക്കുക.
ഈ ചൂട് പിടിക്കുന്നത് അല്ലെങ്കിൽ ഈ ചൂട് നമ്മൾ പെയിൻ എപ്പോഴും ചൂട് ഞങ്ങൾ പേഷ്യന്റിന് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് ട്ടോ. അത് നല്ലപോലെ നമ്മൾ വർക്കാവേ. അത് വർക്കാവുന്നതെന്ന് വെച്ചാല് അതൊക്കെ അത് അതങ്ങനെ വർക്കാവും. അതിപ്പോ പറയുകയാണെങ്കിൽ നമ്മള് വേറൊരു ഇതിലോട്ടങ്ങ് മാറിപ്പോവും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഹോട്ട് ബാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഈ ടവലെടുത്തിട്ട് ഈ എന്താ ചൂടുവെള്ളത്തില് നമ്മൾ ഇതാക്കിയിട്ട് നമ്മളെ വയറില് ഇത് ഇതാക്കുന്നതാണ്. പിന്നെ നമ്മളെപ്പഴും പീരീഡ് ടൈമിൽ ഒരിക്കലും മലർന്ന് കിടക്കാൻ നേരെ കിടക്കത്തില്ല. അങ്ങനെ ചെരിഞ്ഞ് കിടക്കാൻ നോക്കുക. അത് നമ്മളെ പെയിനെ വളരെയധികം കുറയ്ക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ കിടക്കാൻ ശ്രമിക്കേണ്ട ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കാൻ നോക്കുക പീരീഡ് വേദനയാകുമ്പോൾ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചുരുണ്ട് മടങ്ങി നമ്മള് ലെഗ്സ് രണ്ടും അബ്ഡോമിനൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന തരത്തിലാണല്ലോ അല്ലേ നമ്മൾ കിടക്കുന്നത്. അത് നമ്മളെ കംഫർട്ടാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇനി മാക്സിമം നമ്മള് കിടന്നങ്ങ് ഇതാക്കാണ്ടില്ല അത് നടന്നോ ഇരുന്നോ അങ്ങനെയൊക്കെ. പിന്നെ ഞാനൊരു പൊസിഷൻ ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ പറഞ്ഞില്ലേ പീരീഡ് പെയിന് വരുന്ന സമയത്ത് ഫസ്റ്റ് ഡേ എന്തായാലും അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ യോഗ പൊസിഷനില്ലേ ഞാന് ചിലപ്പോ പറ്റുമോന്ന് അറിയത്തില്ല ഈ വീഡിയോ ക്ലിപ്പിന്റെ കൂടെ ഞാന് അത് ചെയ്ത് കാണിക്കാവേ. അപ്പം ഈ നമ്മൾ യോഗ പൊസിഷനിൽ ഇരിക്കൂലേ അങ്ങനെ ഇരിക്കാം. നല്ല പെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യോഗ പൊസിഷനിൽ ഇരുന്നിട്ട് ഈ കൈയൊന്നും അങ്ങനെ അതുപോലെ വെക്കണ്ട. പക്ഷെ നമ്മൾ നടു ഇങ്ങനെ നിവർന്നിരുന്നിട്ട് പക്ഷെ ആ ഒരു ലെഗെല്ലാം ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇരുന്നിട്ട് ഇരിക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആവുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ യൂട്രസിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് കാരണം നമ്മൾ ആ ഒരു ബ്ലഡിന്റെ ക്ലോട്ടും കാര്യങ്ങളും അങ്ങ് പോകുമ്പോൾ നമ്മൾ നമ്മൾ ഓക്കെ ആവും. നമ്മളെ പെയിനൊക്കെ അങ്ങ് മാറി നമ്മൾ ഓക്കെ ആവും. അത് എന്നിട്ടും ആ പെയിനിന് ഒരു മാറ്റം ഇല്ലാന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ തന്നെ ഇരുന്നിട്ട് നമ്മള് ഈ ഇത് വെച്ചിട്ട് ഈ വിരലുകൾ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പതിയെ 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 ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്ടോ. ഇനിയിപ്പം അത്. പിന്നെ നമ്മൾ പറയാനുള്ള പെയിന്റ് വേറൊരു കാര്യംന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മള് സൈക്കിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മളത് ബ്ലഡ് കളക്ട് ചെയ്യാനുള്ള എന്താണോ പാഡാണെങ്കിൽ പാഡ്, കപ്പാണെങ്കിൽ കപ്പ് അത് വളരെ നീറ്റ് ഹൈജീനായി നമ്മളെ അടുത്ത് കീപ്പ് ചെയ്യുക. പിന്നെ നമ്മളെ അടുത്ത് എന്താ നമ്മള് മെന്റലി നമ്മൾ ഓക്കെ ആവുക. ഇതിന് വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുക. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. പിന്നെന്ന് വെച്ചാൽ നമ്മള് ഈ എക്യുപ്മെന്റ്സ് എന്താണോ കളക്ട് ചെയ്യാനുള്ളത് അത്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഈ ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊന്നും ഉണ്ടാകത്തില്ലല്ലേ. എങ്കിൽ പോലും നമുക്ക് ഭയങ്കര കഠിനമായിട്ടുള്ള വയറുവേദനയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് അതൊരു നല്ലൊരു കാര്യമാണ് ട്ടോ. ഇപ്പൊ ആ ടൈമിൽ നമ്മൾ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ സൈക്കിള് നമ്മൾ നോക്കി വെക്കണം. സൈക്കിളിൽ നമ്മള് ആ ഒരു ചോക്ലേറ്റ് നമ്മളെ കയ്യിൽ വെക്കുക. നമ്മൾ അത് കഴിക്കുക. ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചാല് നമ്മളെ വയറുവേദന കുറയും. അത് ഉറപ്പാ. എന്നിട്ടും വയറുവേദന മാറുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ആ യോഗ പൊസിഷൻ പോലെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിലും മാറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പീരീഡ്സ് ആവുന്ന ആ ദിവസം നമ്മളിപ്പോ എല്ലാ ദിവസവും ചിലപ്പോൾ ഈവനിങ് ഒക്കെ ആയിരിക്കും കുളിക്കുക അങ്ങനെ. പക്ഷെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹൈജീനായിട്ട് എപ്പോഴും ഇരിക്കാൻ നോക്കുക. നമ്മൾ പീരീഡ്സിന്റെ സമയത്ത് മാത്രമല്ല കേട്ടോ നമ്മൾ പാർട്ടി ക്ലീൻ ആക്കി ഇരിക്കാൻ ശ്രമിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഹൈജീനായിട്ട് ഇരിക്കുക. എപ്പോഴും ഹൈജീനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയത്തക്ക പ്രശ്നങ്ങളിലൊക്കെ ഓൾ ഓവർ കുറക്കാം. പീരീഡ്സിന്റെ പെയിന് വരാൻ കാരണം കൂടെ ഒരു കാരണം നമുക്ക് ഈ ഈ എന്താ പറയാ UTI അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതായത് നമ്മൾ ഇൻഫെക്ഷൻ മൂത്രപ്പൈപ്പ് എന്നൊക്കെ പറയത്തില്ല ആ സാധനം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പീരീഡ്സിന്റെ പെയിൻ നമുക്ക് കൂടും. അപ്പൊ നമ്മളിപ്പോ അതൊക്കെ ഹൈജീനിന്റെ ഭാഗമാണ്. അപ്പൊ അതൊക്കെ അതും ഈ യൂട്രസിന്റെ പെയിനും പാടാവും ഭയങ്കരമായിട്ട് നമുക്ക് പെയിൻ ആയിരിക്കും. അപ്പൊ ഹൈജീൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേദന നമുക്ക് കുറക്കാൻ പറ്റും. ഫുൾ ടൈം പീരീഡ്സിന്റെ ഈ 7 ഡേയ്സ് അല്ലെങ്കിൽ 8 ഡേയ്സ് മാത്രമൊന്നുമല്ല നമ്മൾ ഈ എന്താ ഹൈജീനായിട്ട് നിൽക്കുക. അതുകൊണ്ട് അല്ലാത്ത ഡേയ്സിലും നമ്മൾ ഇരിക്കുക. പിന്നെ അടുത്ത പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പീരീഡ്സിന്റെ പെയിൻ അല്ല ഇത് ഹൈജീനിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എന്ന് വെച്ചാൽ നമ്മള് പീരീഡ്സിന്റെ ദിവസം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പീരീഡ്സിൻ്റെതായിട്ടുള്ള 1-2 ദിവസങ്ങൾ ഈ നമ്മള് ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ ബാത്റൂം പോകുമ്പോൾ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അത് മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്ടോ. അത് അത് അങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക്
അതൊരു വലിയ ഉപകാരപ്പെടുന്നതാണ്. ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷ്റൂം പോകണമെന്ന് തോന്നിക്കഴിഞ്ഞു. പിന്നെ കോളേജിൽ പോകുന്നവർക്കും എന്താ പറയാ, സ്കൂളിൽ പോകുന്നവർക്കൊക്കെ ഇത് പറ്റണമെന്നില്ല. പക്ഷെ ഇപ്പൊ പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ പീരീഡ്സിന്റെ ടൈമിൽ ലീവ് ഉണ്ടല്ലോ അല്ലേ. അപ്പൊ പിന്നെ അതിന് ടെൻഷൻ അടിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണ് റെസ്റ്റ്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ, പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പീരീഡ്സ് ആയ അന്ന് രാവിലെ നമ്മൾ കുളിക്കുക. കുളിക്കാന്ന് വെച്ചാൽ തല നനച്ച് നമ്മൾ കുളിക്കുക. നല്ല വൃത്തിയായിട്ട് കുളിക്കുക. അത് നമുക്ക് പറ്റത്തില്ല. എനിക്കിപ്പോ ഒരു ഇതെന്ന് വെച്ചാൽ പീരീഡ്സിന്റെ ഒരു 2-3 ദിവസം മുന്നേ എനിക്കിങ്ങനെ തണുപ്പടിക്കുമ്പോൾ ഒന്നുകൂടി വയറുവേദന കൂടും. അല്ലെങ്കിൽ എന്റെ ബോഡി ഒന്നും കൂടി എന്താ പറയാ, തണുപ്പിലോട്ട് വരും. അങ്ങനെ തണുക്കാൻ ശ്രമിക്കും. അപ്പൊ എനിക്കത് ഭയങ്കര പീരീഡ്സിനെ ഇങ്ങനെ ബാധിക്കാറുണ്ട്. അപ്പൊ നമ്മള് ഈ എന്താ പറയില്ല, ചെറു ചൂടുവെള്ളത്തിൽ നമ്മള് ബോഡിയൊക്കെ ഒന്ന് എന്താ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഇതാക്കാം. പിന്നെ നമ്മൾ ആ സമയത്ത് എന്ന് വെച്ചാൽ രാത്രിയിലൊക്കെ എന്ന് വെച്ചാൽ ഷോക്സ് ഇട്ട് പിന്നെ ഫുൾ കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ഒക്കെ കിടന്നു കഴിഞ്ഞാല് അതിനൊക്കെ നമുക്കൊന്ന് റിലീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞു, നമ്മളെ ഹൈജീൻ ഹൈജീൻ വെച്ചാൽ മോർണിംഗ് കുളിക്കുക. പിന്നെ അതേപോലെ പാഡുകളാണെങ്കിലും ഈ കപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സൈസ്, ഇപ്പൊ കപ്പ് യൂസ് ചെയ്യുന്നവരോട് ഞാൻ പറയട്ടെ, ഈ ചില, ഞാൻ അങ്ങനെ പ്രത്യേക ബ്രാൻഡ് ഇതിനൊന്നും പറയുന്നില്ല. ഏഹ് ചില ആൾക്കാര് നമുക്ക് ഈ കപ്പ് പല കമ്പനിയിലുണ്ടല്ലേ. ഇപ്പൊ ഇന്ന കമ്പനിന്നൊന്നുമില്ല. നമ്മള് കപ്പ് വാങ്ങുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന കപ്പിന്റെ പേര് എനിക്ക് അങ്ങനെ അറിയത്തില്ല കേട്ടോ. പക്ഷെ അതൊരു നല്ലൊരു കപ്പാണ്. അപ്പൊ അതിലെന്നെ എനിക്കൊരു ഇത് തന്നിട്ടുണ്ട്. നമ്മള് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ കപ്പ് അതിലോട്ട് മുക്കിയിട്ട് ഒരു ഡെപ്പ പോലെ ഒരു സാധനം എനിക്ക് തന്നിട്ടുണ്ട്. അതിങ്ങനെ നമുക്കിങ്ങനെ ഷോർട്ടാക്കി വെക്കാം, ഇങ്ങനെ നീട്ടി വെക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ വെക്കാം. അപ്പൊ അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഞാന് എന്താ പീരീഡ്സിന്റെ തൊട്ട് മുന്നേ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പീരീഡ്സിന്റെ ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് എന്റെ സൈക്കിൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇത് നന്നായിട്ട് അത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ സോപ്പുകൾ അങ്ങനെയല്ല നമ്മൾ കഴിക്കേണ്ടത്. അതൊക്കെ ചിലപ്പോൾ ഭയങ്കര നമ്മളെ യൂട്രസിനകത്തോട്ടൊക്കെ വെക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ നല്ലപോലെ നമ്മള് ചെറു ചൂടുവെള്ളം ഇട്ടിട്ട് ആദ്യം നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു ഡെപ്പ ആദ്യം കഴുകും. എല്ലാം ഒന്ന് കഴുകും. എന്നിട്ട് ഞാൻ അതിലോട്ട് എന്റെ കപ്പ് നല്ല ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് വീണ്ടും അതിനെക്കാട്ടും തിളച്ച വെള്ളമാണ് ഞാൻ ഈ ഡപ്പയിലോട്ട് ഒഴിച്ചിട്ട് എന്റെ കപ്പ് ഞാൻ മുക്കി വെച്ചിട്ട് ഞാൻ അടച്ചു വെക്കും. എന്നിട്ട് ഞാന് അത് വീണ്ടും ഒരു 3-4 തവണ ഞാൻ അതുപോലെ കപ്പല്ല, വെള്ളം മാറ്റി ഒഴിച്ച്, തന്നെ തിളച്ച വെള്ളം മാറ്റി ഒഴിച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ആ ഒരു സാധനം നല്ല യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അകത്തോട്ടേക്ക് ഈ ഒരു ചെറു ചൂടുവെള്ളം ഇതുകൊണ്ട് വെക്കുമ്പോൾ ഒന്നും കൂടി എനിക്ക് പെയിൻ അങ്ങ് കുറയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നല്ലതായിരിക്കും. പിന്നെ ഹൈജീൻ അവിടെ കിട്ടുന്നുണ്ട് എനിക്ക്. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ കപ്പ് ഇങ്ങോട്ട് വെച്ച് നമ്മൾ കപ്പ് വെച്ചല്ലോ അന്ന് ശരി. പിന്നെ കപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പീരീഡ്സ് ഡേ ആണെന്ന് നമ്മൾ അറിയത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഈ മലന്ന് കിടക്കുമ്പോഴൊന്നും അങ്ങനെ ഈ ലീക്കേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓടാനോ ചാടാനോ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഏർപ്പെടാനോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം പീരീഡ്സ് ആകുമ്പോൾ നമുക്ക് അറിയത്തില്ല. പിന്നെ പീരീഡ് കുറെ മന്ത് ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ പീരീഡിന്റെ പെയിൻ ഇങ്ങനെ കുറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതിന്റെ ഇതെന്താന്ന് സീക്രട്ട് എന്താന്ന് എനിക്ക് അറിയത്തില്ല, പറഞ്ഞു തരാൻ അറിയത്തില്ല, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ കപ്പങ്ങ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ മണിക്കൂർ കഴിഞ്ഞിട്ടൊന്നും, പക്ഷെ അതിന് എത്രയോ അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാക്കാം. നമ്മൾ പക്ഷെ ഞാൻ ഇപ്പൊ എടുത്ത് അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാല്, ഒരു ഇതേപോലെ പാഡ് ചേഞ്ച് ആക്കുന്ന പോലെ തന്നെ ഒരു 4 അല്ലെങ്കിൽ മാക്സിമം ഒരു 6 അവർ അവിടെ വെച്ചിട്ട് നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയും. ഈ കപ്പ് വെക്കുന്നതുകൊണ്ട് ഒരു ഉപകാരങ്ങളുണ്ട്. നമ്മുടെ ബ്ലഡിന്റെ കൺസിസ്റ്റൻസി, ബ്ലഡിന്റെ അളവ് അല്ലെങ്കിൽ ബ്ലഡ് എങ്ങനെയാണോ നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും ട്ടോ. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും അബ്നോർമൽ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറോട് ഇതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും, ഇന്ന മന്ത് എനിക്ക് ഇന്നൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ വളരെ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു പിന്നെ നന്നായിട്ട് നമ്മളെ ബ്ലഡാണ് പോകുന്നുണ്ട്. അപ്പൊ ഫുഡ് കഴിക്കുക, അയണും മെഗ്നീഷ്യം കൂടിയിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പൊ ചോദിക്കും എന്താ ഇത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക അയൺ എങ്ങനെയാണെന്ന് നമ്മൾ, ചില ആൾക്കാർ അതിൽ കൺഫ്യൂഷനാണ്. ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ പേരക്ക. പേരക്ക അതുപോലെ തന്നെ ഈ അയൺ ആയിട്ടുള്ള നമ്മൾ പറയില്ലേ
ഈ ചീരകള് ആ ചീരയിലൊക്കെ ഒത്തിരി അയണൊക്കെ ഉണ്ട്. അപ്പം ഈ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക. അപ്പം അതെന്ന് വെച്ചാൽ പീരീഡ്സിന്റെ ഡേയ്സ് മാത്രമല്ല കേട്ടോ. എല്ലാ സമയത്തും നമുക്ക് എപ്പോൾ കഴിക്കാൻ പറ്റും കിട്ടുന്ന ഒക്കെ കഴിക്കുക. അല്ലാണ്ട് നമ്മള് പിന്നെ ഈ നല്ല വയറുവേദന ഉള്ള സമയത്ത് ഈ ജങ്ക് ഫുഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കുറവാക്കുക. പീരീഡ്സിന്റെ സമയത്ത് പ്രത്യേകിച്ച് ആ ഇത് കുറച്ചാൽ തന്നെ നമുക്ക് പിന്നെ ഈ കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചാലും നമുക്ക് ഇതുപോലെ കുറക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പീരീഡ്സ് അല്ലാത്ത ടൈമിൽ നമ്മൾ മാക്സിമം നമ്മള് ഈ ചോക്ലേറ്റിന്റെ അല്ലെങ്കിൽ ഈ നമുക്കിങ്ങനെ അൺഹെൽത്തി ഫുഡ് എന്നൊക്കെ നമുക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയ പീരീഡിന്റെ പെയിന് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ നമ്മൾ പീരീഡിന്റെ പെയിന് കുറക്കാം. പിന്നെ അതേപോലെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സൈക്കിൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ നമ്മൾ മെന്റലി ഇതിനെ കൊണ്ട് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ എല്ലാം നമ്മളെ പീരീഡ്സിന്റെ കാര്യങ്ങൾ കുറക്കാം. ഇനിയിപ്പോ വേറൊരു വീഡിയോയിൽ ഞാൻ ഈ എന്താ പറയാ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പീരീഡ്സിന്റെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി ഇതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. പെയിനായിക്കോട്ടെ, ബ്ലഡിന്റെ അളവിനായിക്കോട്ടെ, ബ്ലഡ് സൈക്കിളിനായിക്കോട്ടെ, എന്തെങ്കിലും ഇതൊക്കെ നമുക്ക് എയർലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പീരീഡിന്റെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും മനസ്സിലാവും. ഇപ്പൊ സൈക്കിളിന്റെ കാര്യം പറഞ്ഞു, ബ്ലഡിന്റെ കാര്യം പറഞ്ഞു, അത് ഡേയ്സ് പറഞ്ഞു, പീരീഡ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പെയിനോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതിനെ കുറക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ കാല് വേദന, നടുവേദന, വോമിറ്റിംഗ്, ഈ വോമിറ്റിംഗ് ഒക്കെ എന്തോന്നും നമ്മളൊരു പെയിൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വൊമിറ്റ് ചെയ്യാൻ, അത് പിന്നെ ഈ പീരീഡ്സിന്റെ പെയിൻ ഒന്നും കേട്ടോ, ഓൾമോസ്റ്റ് എന്ത് പെയിനും കൂടിയാലും പെയിൻ്റെ ഒരു പീക്ക് ലെവലൊക്കെ നമുക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നും. അപ്പോൾ പെയിൻ കുറച്ചാൽ ഈ വൊമിറ്റിങ് നിൽക്കും. പിന്നെയെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ റെസ്റ്റ് എടുക്കും. ഇങ്ങനെ കിടക്കാണ്ട് നമ്മൾ എന്താ ഒട്ടെണീക്കാൻ പറ്റുന്നില്ലല്ലോ, ഒട്ടും പറ്റില്ല. പക്ഷെ അതിന്റെ മുന്നേ നമ്മൾ പ്രിക്കോഷൻ എടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ഇതിലോട്ട് റെസ്റ്റിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ മെന്റലി നമ്മൾ സ്ട്രെങ്തൻ കൊടുക്കുക, നമ്മൾ ബോൾഡ് ആയിരിക്കുക. ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പീരീഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ കേട്ടോ. എപ്പോഴും നമ്മൾ ഹൈജീൻ ആയിട്ട് ഇരിക്കാൻ നോക്കുക, എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക, എപ്പോഴും നമ്മൾ മെന്റൽ ഹെൽത്തിന് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പൊ തന്നെ നമ്മൾ ഇതെല്ലാം നമ്മൾ കുറയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ പറയാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസ് ആണ് ട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പിന്നെ എൻ്റെ ഒരു മാഡം എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് പീരീഡ്സിന്റെ സമയത്ത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെയിൻ വരുന്ന സമയത്ത് എനിക്ക് എല്ലാ മന്തും അത്രയും പെയിനും കാര്യങ്ങളൊന്നും വരാറില്ല. പക്ഷെ വരുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ട് എനിക്ക് അത് ഹെൽപ്പ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ യോഗ പൊസിഷനിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യം. അപ്പൊ ഞാന് ആ ഒരു അല്ല ആ ഒരു കാര്യം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി എന്തെങ്കിലും ഞാൻ സ്കിപ്പ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പറയാൻ മറന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് കമന്റ് ചെയ്താലും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാലും ഞാൻ അത് നമ്മൾ പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.